പ്രിയമുള്ളവരെ, ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കാഴ്ച മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു വാർത്തയല്ല, മറിച്ച് ചിലത് ചിന്തിക്കാനും ചില മുൻകരുതലുകൾ എടുക്കുന്നതിനൊക്കെ ഒരുപക്ഷെ ഈ വീഡിയോ മാന്യപ്രേക്ഷകർക്ക് സഹായകമാകും എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു പ്രാഞ്ച് എന്ന കാരണവർ. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. ഒത്തിരി പ്രായമുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടായിരിക്കാം ഇത്രയേറെ പ്രായമായിട്ടും വീട്ടിൽ വിശ്രമിക്കേണ്ട സമയം ഇപ്പോഴും ജോലിയുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇവരുടെ നാട് തലശ്ശേരിയാണ് എന്നറിയാൻ സാധിച്ചു. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കാര്യങ്ങളൊക്കെ. ഹലോ കാക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കാക്ക കുറെ ആയിക്കണ ഇങ്ങനെ കൽപ്പഞ്ചേരങ്ങാടി നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോ എന്താ പറയാ, എനിക്കെപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കും നിങ്ങളെ. കാര്യം എന്താന്ന് വെച്ചാല് ഏകദേശം എത്ര വയസ്സായിട്ടുണ്ടോ ഇപ്പൊ? ഒരു 74 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ? ഈ 74ാമത്തെ വയസ്സിൽ നിങ്ങള് കറക്റ്റ് എവിടെയാണ്? മറ്റേ ഇവിടെ അല്ലേ, എന്താ പറയാ, തലശ്ശേരി. അപ്പൊ തലശ്ശേരിയിൽ നിന്ന് നമ്മുടെ കൽപ്പഞ്ചേരി പഴയ കാലത്ത് ഇവിടുത്തെ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ഒക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ മുൻകാലത്ത് ഒരുപാട് ആളുകൾ അവരവരുടെ ഉപജീവനം തേടിയ ഒരു അങ്ങാടിയും കൂടിയാണ് കൽപ്പഞ്ചേരി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മജു അല്ലെ, ആർട്ടിസ്റ്റ് മജുവിന്റെ ഹോട്ടലല്ലത്. ആ, അപ്പൊ ഞാൻ എനിക്ക് കൂടെ അറിയേണ്ട കാര്യം എന്താ വെച്ചാല്, ഈ 74ാമത്തെ വയസ്സായിട്ടും നിങ്ങളിപ്പോഴും വിശ്രമിക്കുന്നില്ല. എന്താണ് കാരണം? അതിന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അസുഖങ്ങൾ വലുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇരുന്നാലും ശരിയാകുന്നില്ല. ഇരുന്നാല് രോഗങ്ങൾ കൂടുകയുള്ളൂ. രോഗങ്ങൾ കൂടുകയൊക്കെ ചെയ്യുമ്പോ പിന്നെ അതൊരു വിഷമമായിട്ട് വരും. എന്നും കാര്യമായിട്ട് ഇപ്പോഴാകുമ്പോ കുറച്ചൊരു സുഖമുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യം. നിങ്ങൾ എന്തായിരുന്നു മേഖലയിൽ? ഗൾഫ് പോയിരുന്നാ? എവിടെയായിരുന്നു ഗൾഫില്? ദുബൈയിലുണ്ടായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു, ഒമാനിലുണ്ടായിരുന്നു. എത്ര വർഷം ഉണ്ടാവും പ്രവാസ ജീവിതം? ഒരു 40 കൊല്ലത്തോളം ഉണ്ടാവും. 40 കൊല്ലം ഗൾഫിൽ നിന്നിട്ടുണ്ട്. ഈ 40 കൊല്ലം ഗൾഫ് ജീവിതം കൊണ്ട് കാര്യമായിട്ടൊന്നും സമ്പാദിച്ചില്ലേ? സമ്പാദിച്ചത് ചെറിയ പോലെയും അതൊക്കെ അങ്ങനെയൊക്കെ എടുത്ത് വേറെ കച്ചവടം ചെയ്തല്ലോ, പണിയെടുത്തല്ലേ. പണിയെടുത്തുകൊണ്ട് കുറച്ച് ചെറിയ ഇതൊക്കെ ഒരേക്കെ എടുത്ത് ചെറിയ, പിന്നെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് പൈസയൊക്കെ വേണ്ടി വന്നല്ലോ. പല ഇതുണ്ട്. അപ്പൊ അത് അത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തപ്പോ തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ജോലി ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് അല്ലേ? മക്കൾ എത്ര ആളുണ്ട്? മക്കൾ 4 പേര്. ആൺകുട്ടികൾ പെൺകുട്ടികള്? 3 ആണും ഒരു പെണ്ണും. ഒരു പെൺകുട്ടിയുള്ളൂ. മോളെ കല്യാണം കഴിച്ചതല്ലേ? മക്കൾ ആൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണം? അങ്ങനെ ഗൾഫിലുണ്ട്, 2 പേര് ഗൾഫിലുണ്ട്, ഒരാൾ ബാംഗ്ലൂർ, 2 പേര് ഗൾഫില്. അപ്പൊ ഇപ്പോഴും ഈ ജോലിക്ക് ഇറങ്ങുന്നത് നിങ്ങളെ താല്പര്യം കൊണ്ടാണോ? അതെ, സ്വന്തം താല്പര്യമാണ്. അല്ലാതെ മക്കളതിന്റെ സപ്പോർട്ടൊന്നും ഇല്ല? ഇല്ല, മക്കള് സപ്പോർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ജോലി ചെയ്യണം തോന്നുന്നത് എന്താ? വെറുതെ ഇരിക്കാൻ പാടില്ല. വെറുതെ ഇരുന്നാൽ നമ്മൾ തലയുടെ കാര്യം നമ്മൾ രോഗമാവുന്ന. അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചെറിയ രീതിയിൽ ഷുഗറും അസുഖവും പ്രശ്നമില്ല? ഒന്നുമില്ല. പിന്നെ ചെറിയ ഇതൊക്കെ കാലിനല്ലേ? ചെറുതായിട്ട്. വെരിക്കോസ് വെയിൻ എന്താ ഉണ്ടോ? വെരിക്കോസ് വെയിൻ്റെ വെരിക്കോസ് വെയിൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ജോലിക്ക് അത് സാധാരണയാണ്. ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ താമസം എവിടെ? ഇവിടെ തന്നെ. ഇവിടെ റൂമുണ്ടോ? റൂമുണ്ട്. എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കും? നിങ്ങള് തലശ്ശേരിക്കാരനാണല്ലോ? അല്ല, ഞാനിങ്ങനെ ചെറുതായിട്ട് മറ്റേ കുറച്ച് ബിരിയാണി, കുറച്ച് പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഗൾഫില് ഹോട്ടൽ പരിപാടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ പാചകം ഉണ്ട്. നിങ്ങൾ ഈ കാസർഗോട്ടേക്ക് പ്രത്യേകിച്ച് മറ്റേ തലശ്ശേരിക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. തലശ്ശേരി ദം ബിരിയാണി എന്ന് പറഞ്ഞ ഭയങ്കര പേരാണ്. അപ്പൊ അങ്ങനത്തെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുവോ? അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ അതിന്റെ അടിക്കല്. അപ്പൊ അങ്ങനൊന്നും ഉണ്ടാക്കൂല. എന്നാലും നിങ്ങളുടെ തലശ്ശേരിക്കാർക്ക് ഒരു കൈപ്പുണ്യുണ്ട്. അപ്പൊ എന്തായാലും കൽപ്പഞ്ചേരി ബിരിയാണി ഉണ്ട് ഇവിടെ ഹോട്ടലില്? ഇവിടെ ബിരിയാണി ഉണ്ടോ? ബിരിയാണി 80 രൂപ അല്ലേ? ഇവിടെ 10 ബോർഡൊക്കെ ഉണ്ട്, ഫ്ലെക്സ് ഉണ്ട്. ബിരിയാണി ഉണ്ട് 80 രൂപ. പിന്നെന്താ 50 രൂപ ഊണാ? സിംഗിൾ ചില മറ്റേ സിംഗിളിന് 50 റുപ്യ ഉള്ളൂ. ഫുള്ളിന് 80, ഹാഫിന് 50 രൂപ. അപ്പൊ അങ്ങനെ കൽപ്പഞ്ചേരിയിൽ നിങ്ങളെ സേവനം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇവരെ ശ്രദ്ധിക്കുക. എനിക്ക് ഇതൊരു വീഡിയോ ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാര്യം എന്താ വെച്ചാൽ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ മൂപ്പരൊക്കെ നമ്മളോട് പറയാനുണ്ട്. മൂപ്പര മനസ്സ് പറയുന്നു, മൂപ്പര മുഖം പറയുന്നുണ്ട്, എന്തൊക്കെയോ ഇനിയും ഒളിച്ച് വെക്കുന്നുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, 74 വയസ്സായിട്ട് ഇപ്പോഴും സ്വന്തമായി ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ച് തലശ്ശേരിയിൽ നിന്നും ഒത്തിരി ദൂരം സഞ്ചരിച്ച് കൽപ്പകഞ്ചേരി നമ്മുടെ അങ്ങാടിയിൽ വന്നതാണ്. അപ്പോൾ കുറേ ആയിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്.
അപ്പം എന്തായാലും പഠിച്ചറപ്പ് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തൊട്ടൊക്കെ പഠിച്ചോണ്ട് കാവലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കാക്ക ശരി എന്നാൽ കേട്ടാ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, അദ്ദേഹവുമായിട്ടുള്ള സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇനിയും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്നു. പുറത്ത് പറയാനുള്ളതെല്ലാം സങ്കടമുള്ള കാര്യമായതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ നമ്മിൽ നിന്ന് മറക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മുഖം നമ്മോട് പറയുന്നു. ഇതിലൂടെ നമുക്കൊരുപാട് സന്ദേശങ്ങളുണ്ട്. പൂർണ്ണ ആരോഗ്യവാനായിട്ടും വിലപ്പെട്ട സമയം വെറുതെ പാഴാക്കി കളയുന്ന ആളുകൾക്കും, അതുപോലെ ഇപ്പോൾ നിലവിൽ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു മുൻകരുതലുകൾ എന്നോണം അധ്വാനിക്കുന്ന പണം സേവ് ചെയ്തിട്ടില്ല എങ്കിൽ വാർദ്ധക്യമാകുമ്പോൾ നമ്മളും ഇതുപോലൊക്കെ ജോലി ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ അവനവൻ്റെ രക്ഷിതാക്കൾ പ്രായമാകുമ്പോൾ ഇതുപോലെ ജോലിക്ക് വിടുന്ന ശീലങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഒത്തിരി വിഷമത്തോടെയാണ് ഇങ്ങനൊരു വീഡിയോ മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. കാര്യം പേരക്കിടാങ്ങളെ കളിപ്പിച്ചുകൊണ്ട് അവരുടെ കളിച്ചിരി തമാശയിൽ പങ്കുചേർന്നുകൊണ്ട് ശിഷ്ടജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അദ്ദേഹം ഇന്നും അധ്വാനിക്കുകയാണ്.